വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തിലേക്ക് ഒരു നാടിനെ കൈപിടിച്ചുയർത്തിയ മഹത്തായ വിദ്യാലയം. അറിവിന്റെ അനന്തമായ ആകാശത്തിലേക്ക് പറന്നുയരാൻ കുരുന്നുകൾക്ക് ചിറകുകൾ നൽകിയ അറിവിന്റെ അക്ഷരമുറ്റം. ഗവൺമെന്റ് SVHSS കുടശനാട്. കലാകായിക രംഗത്തും പഠനത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഈ വിദ്യാലയത്തിന്റെ 97ാമത് സ്കൂൾ വാർഷികാഘോഷവും അവാർഡ് വിതരണവും 2026 ഫെബ്രുവരി 28-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ നടത്തുന്നു. വിജയകരമായ നല്ല ഓർമ്മകൾ ബാക്കിയാക്കി ഒരു വർഷവും കൂടി കടന്നുപോകുന്നു. ഈ വേളയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപകരെയും എല്ലാ വിശിഷ്ടാതിഥികളെയും അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും നാട്ടുകാരെയും നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Heart to heart, together forever with love. Happy anniversary, happy anniversary, happy anniversary. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. അമ്മേ പോവാട്ടോ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ
ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു. നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ. സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. പനിമതി പോലെ പ്രണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി. വിറയാർന്ന ചുണ്ടിൽ നിന്നുതിരാത്ത വാക്കുകൾ പകതാരിലെങ്ങോ എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമല മധുനുകരാനാ പോയ വസന്തമേ മടങ്ങി വരൂ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം. എന്തു മധുരമേ ഓർമ്മകൾക്ക്. ഒരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. ടൈൽസ്, ഗ്രാനൈറ്റ്സ്, സാനിറ്ററി വെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ സമ്മാനങ്ങളും കൂടി കിട്ടിയാലോ? അടിപൊളിയല്ലേ? RJ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയി 25,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും 50,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു മൾട്ടി ജ്യൂസർ സമ്മാനം. 1,00,000 മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മൈക്രോവേവ് ഓവനും 2,00,000 മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മാർട്ട് LED TV സമ്മാനം. കൂടാതെ കംപ്ലീറ്റ് ടൈൽസ്, സൊമാനിയുടെ ബാത്റൂം സെറ്റ്, കിച്ചൺ ഗ്രാനൈറ്റ് സ്ലാബ് വരുന്ന കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്. ഈ ഓഫർ ജനുവരി 15 മുതൽ മാർച്ച് 15 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓഫറുകളും അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. എൻ്റെ പേര് അനു റേച്ചൽ വർഗീസ്. ഗവൺമെന്റ് SVHS കുടശനാട് ഹെഡ്മിസ്ട്രസ് ആയിട്ട് 2021 മുതൽ തുടരുന്നു. ഈ മെയ് 31 എൻ്റെ റിട്ടയർമെന്റ് ആണ്. ഒരു LP സ്കൂളായിട്ട് തുടങ്ങി, പ്രൈമറി സ്കൂളായിട്ട് തുടങ്ങിയതിനു ശേഷം അതിപ്പോഴേ ഹയർ സെക്കൻഡറി വരെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച സ്കൂളാണ് ഗവൺമെന്റ് SVHS കുടശനാട്. ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കടന്ന് ഞങ്ങൾ സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നമ്മളുടെ സ്കൂളിന്റെ പേര് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒത്തിരി ദൂരം, ഒത്തിരി ഉയരം ഞങ്ങളുടെ സ്കൂൾ കീഴടക്കും. എല്ലാ ആശംസകളും. പൂങ്കനവിൻ നാണയങ്ങൾ കാത്തുവച്ച മൺകൊടുക്ക മെല്ലെ വന്നു നീ കവർന്നു. എൻ്റെ പേര് രാധികാദേവി. സ്കൂളിലെ പ്രിൻസിപ്പലാണ്. 2023 ജൂലൈ മുതൽ ഇവിടെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നു.
നമ്മുടെ സ്കൂള് കുട്ടനാട് ഗവൺമെന്റ് SVHS ഏതാണ്ട് 100 വർഷത്തോടടുത്ത സ്കൂളാണ്. ഈ ഒരു ശതാബ്ദിയിൽ എത്തി നിൽക്കുന്ന ഈ സ്കൂള് വളരെ മികച്ച നേട്ടങ്ങൾ കൈമുതലാക്കിയ ഒരു കാലം കൂടിയാണിത്. കഴിഞ്ഞ വർഷത്തെ +2 റിസൾട്ടിലെ 85% വിജയത്തോടെ മാവേലിക്കര സബ് ജില്ലയിൽ 1ാം സ്ഥാനത്തെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 20 കുട്ടികൾക്ക് ഫുൾ A+ നേടാനായി. 10ാം ക്ലാസ് തുടർച്ചയായ 13ാം വർഷം 100% വിജയവും അതുപോലെ 13 ഫുൾ A+കളും നേടി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. USS ആണെങ്കിൽ 5 കുട്ടികൾ USS നേടിയിട്ടുണ്ട്. അതുപോലെ കലാപരമായും കായികപരമായും ശാസ്ത്രമേളകളിലും മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കായിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ 1ാം സ്ഥാനം എത്തിച്ചേരുന്നതിന് ശാസ്ത്രമേളകളിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ആ 5 മേളകളിലും 1 മുതൽ 5 വരെ പൊസിഷനുകളിൽ ഇവിടുത്തെ കുട്ടികളായിട്ടുണ്ട്. കലോത്സവത്തിലും 6ാം സ്ഥാനത്ത് എത്താനായിട്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് 6ാം സ്ഥാനം കൈവരിക്കാൻ സാധിച്ചു. അതുപോലെ മികച്ച ഹരിത വിദ്യാലയം A+ A ഗ്രേഡോടുകൂടിയും ഹരിത വിദ്യാലയമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ സ്കൂളിനെ. അതുപോലെ ഇവിടുത്തെ SPC കുട്ടികൾ ജില്ലാതലത്തിൽ 3ാം സ്ഥാനം, ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിട്ട് ഇവിടുത്തെ സത്യജിത്ത് സാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ലിറ്റിൽ കൈറ്റ്സിന്റെ കുട്ടികൾ 3ാം സ്ഥാനം ജില്ലാതലത്തിൽ നേടിയിട്ടുണ്ട്. അങ്ങനെ മികച്ച നേട്ടങ്ങൾ ഏറെയും കൊയ്യാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും നമ്മൾ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും ഏറെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ തരത്തിലും ഈ 100ാം വർഷത്തോടടുക്കുന്ന ഈ സ്കൂളിന് എല്ലാ നേട്ടവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് അനീസ് എന്നാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്, ഇപ്പോഴത്തെ ഭാരവാഹിയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ്. കുടശനാട് തണ്ടാനിവിള SVHS. ഈ സ്കൂള് 1927 തുടങ്ങിയതാണ്. ഇതിൻ്റെ 100ാം വാർഷികം അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ, ആ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ നമ്മൾ ഈ വർഷം വിപുലമായ പരിപാടികൾ ഈ സ്കൂളിൽ നടത്തുകയാണ്. ഈ സ്കൂളിൻ്റെ നടത്തിപ്പിനായിട്ട്, സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക്, ഉപദേശങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ശക്തമായ PTA മുൻകാലങ്ങളിലും തുടർന്നു വരുന്നുണ്ട്. ഈ വർഷം എനിക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. ഇതിനു മുമ്പുള്ള PTA മെമ്പർമാരും അതിൻ്റെ പ്രസിഡൻറ്റുമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവർ നല്ല ഒരു മികച്ച അധ്യാപന ശൈലിയുള്ള സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇതിനുവേണ്ട എല്ലാ സജീവമായ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഒപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമസ്കാരം, ഞാൻ ആരോൺ മാത്യൂസ് റജി. മാനവികതയ്ക്കും ബഹുസ്വരതയ്ക്കും കേളികേട്ട നാടായ ആലപ്പുഴ ജില്ലയിലെ തണ്ടാനുവിള എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഗവൺമെന്റ് SVHS എന്ന വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. കേശവക്കുറുപ്പ് എന്ന ദീർഘദർശിയുടെ പുണ്യഹസ്തങ്ങളാണ് സ്കൂൾ നിർമ്മിതിക്ക് കാരണമായി ഭവിച്ചത്. ഒരു നാടിന്റെ തന്നെ സമൂലമായ മാറ്റത്തിനും സാംസ്കാരികമായ ഉന്നതിക്കും സാക്ഷ്യം വഹിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് 99ാം വർഷത്തിലേക്ക് കടക്കുന്നു. APJ അബ്ദുൽ കലാം. ഞാൻ ആവർത്തിക്കുന്നു, തിരമാലകൾ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ബൈ APJ അബ്ദുൽ കലാം. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഏക സ്കൂളാണ് ഗവൺമെന്റ് SVHS കുടശനാട്. ആലപ്പുഴ ജില്ലയുടെ കിഴക്കേ അറ്റത്തും പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്നതുമായ സ്ഥലത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പാഠ്യേതര രംഗത്ത് വൻ കുതിപ്പാണ് നമ്മുടെ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്ര, കലാ, കായിക മേളകളിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് സംസ്ഥാനത്തിനപ്പുറവും വ്യാപിച്ചിരിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ്, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം, JRC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ എല്ലാ യൂണിറ്റുകളും നമ്മുടെ സ്കൂളിലുണ്ട്. ഔഷധത്തോട്ടം, പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടം ഇവയുടെ കടന്നു വരുന്ന ഏവരെയും സന്തോഷിപ്പിക്കുന്നു.
കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയിൽ പ്രതിജ്ഞാബദ്ധരാണ് ഓരോ അധ്യാപകരും. PTA-യും അധ്യാപകരും രക്ഷകർത്താക്കളും അനധ്യാപകരും നാട്ടുകാരും പൂർവ്വാധ്യാപകരും വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും എല്ലാം ഈ സ്കൂളിൻ്റെ നന്മയിലാക്കി പ്രവർത്തിക്കുന്നു. 1927 സ്ഥാപിതമായ ഈ സ്കൂൾ കൈതക്കാട് കുടുംബത്തിൻ്റെതായിരുന്നു. അവരുടെ മഹാമനസ്കത മൂലം നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനുമായി ശ്രീ കേശവ് കുറുപ്പ് ഈ സ്കൂൾ സർക്കാരിന് നൽകിയതാണ്. ഈ കാര്യം നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുക്കുകയും പടിപടിയായി ഉയർത്തുകയും ഇന്നീ നിലയിലേക്ക് വളരുകയും ചെയ്തു. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായ നമുക്ക് കേരളത്തിൽ ഒന്നാമതെത്തിയേ തീരൂ. എല്ലാ ആശംസകളും. ഒരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. നമസ്കാരം, ഞാൻ ഏബൽ ബി മാത്യു. മലമുകളിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നത്, ഒരുപക്ഷെ സഞ്ചാരികൾ വന്നു ചേരുന്നത്, അതൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ് പന്തളം കുരമ്പാലയിലെ ആതിരമല. പന്തളത്തിന്റെ കൊടുമുടി എന്ന് പലരും വിളിക്കാറുള്ള ആതിരമലയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. പന്തളത്തിന്റെ അതിരിലാണ് ഈ മല. അധികമാരും എത്തിയിട്ടില്ലാത്ത ഈ ആതിരമല കോട പുതച്ച കുന്നുകളുടെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കരിങ്കാലിപ്പാടവും മാവരപ്പാറയും മറ്റനേകം മലനിരകളും, മഞ്ഞുമൂടിയ കുന്നുകൾക്കുമേലെ നിഴൽ വീഴ്ത്തി മഴക്കാറും. പുലർച്ചെ ആതിരമല തണുപ്പിന്റെ കമ്പളമാണ്. സൂര്യനുദിക്കുമ്പോഴേക്കും പച്ചനിരപ്പുകൾ തെളിയും. കണ്ണെത്താ ദൂരത്ത് പത്തനംതിട്ട ജില്ലയ്ക്ക് കൊല്ലം, ആലപ്പുഴ ജില്ലകളുമായി അതിരു പങ്കിടുന്ന മലകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ 3 ജില്ലകളുടെ കാഴ്ച. അസുരമല എന്നുള്ള പേരാണ് പിന്നീട് ആതിരമലയായി മാറിയത് എന്ന് ഐതിഹ്യം. പന്തളം അടൂർ റൂട്ടിൽ കുരമ്പാലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ ആതിരമലയെത്തും. മലമുകളിൽ ചുമർചിത്ര ചാരുതയിൽ ശിവപാർവതി ക്ഷേത്രം. നാട്ടുകഥകളിൽ മലയുടെ അധിപനായ മലയച്ചന് ഇന്നും ഗോത്രാരാധനയും ചടങ്ങുകളുമുണ്ട്. ദിവസവും നിരവധി പേരാണ് ഈ മനോഹര കാഴ്ച കാണാൻ ഇവിടെ എത്തുന്നത്. ഉദയവും അസ്തമയവും ഈ മലയ്ക്ക് ഒരുപോലെ സൗന്ദര്യം പകരുന്നു. ഒരു നാടിന്റെ ഉച്ചതൊട്ട സന്തോഷവും മഞ്ഞിൽ കുളിരുന്ന ഓർമ്മയുമാണ് ആതിരമല മനസ്സിൽ അവശേഷിപ്പിക്കുക. ആതിരമലയെ പറ്റി ഇനിയും ആളുകൾ ഏറെ അറിയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. 2000 അടി ഉയരത്തിൽ ഇവിടെ രാവിലെ ഉദിച്ചു വരുന്ന ഉദയം കാണാം, വൈകിട്ട് അസ്തമിക്കുന്ന അസ്തമയം കാണാം. പിന്നെ മകരവിളക്ക് ഇവിടെ നിന്ന് പണ്ട് മകരവിളക്ക് ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള, ഇപ്പോൾ റബ്ബർ മരങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. നേരത്തെ ഇവിടെ അന്ന് റേഡിയോ ഉള്ള സമയത്ത് ടി വി ഒന്നും ഇല്ലാത്ത റേഡിയോ ഉള്ള സമയത്ത് ഇവിടെ കയറി വന്നിരുന്ന് മകരവിളക്ക് കണ്ടൊരു സ്ഥലമാണിത്.
രാവിലെ മൂടൽമഞ്ഞ് ഒരു ചെന്നമഴ പെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഇവിടെ മൂടൽമഞ്ഞ് കയറിക്കൊള്ളും. ഇവിടെ ആരെയും കാണാൻ പറ്റത്തില്ല. മൊത്തത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങൾ കാണാനും എല്ലാം നല്ലൊരു ഏരിയ. ആൾക്കാർ ഇഷ്ടം പോലെ വരും. അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളാണ് ഈ ആതിരമല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. MD ജെയിംസിനൊപ്പം ആതിര മനോജ്. നമുക്കൊരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. വർഷത്തെ സേവന മികവുമായി ഏറ്റുമാനൂരിലും തിരുവല്ലയിലും പ്രവർത്തിച്ചു വരുന്ന ചാണ്ടിസ് ലോക്സ് ആൻഡ് ഹാർഡ്വെയർസിന്റെ പുതിയ ഷോറൂം പറന്തൽ അടൂരിലും. 2000 സ്ക്വയർ ഫീറ്റിൽ അതിവിപുലമായ ഷോറൂം. യേൽ, ഹാഫ്ലെ, ഗോദ്രജ്, ബോണസ്, ഇനോക്സ്, AKS, എപ്കോ, സ്ലീക്ക്, ഫാബർ, ഫ്രാങ്കെ, യൂറോപ്പ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ നൂതന ഡിസൈനുകളിലുള്ള ലോക്കുകൾ, മണിച്ചിത്രത്താഴികൾ, ഹിഞ്ചസുകൾ, ടവർ ബോൾട്ടുകൾ, കിച്ചൺ ബാസ്ക്കറ്റുകൾ, മോഡുലർ കിച്ചൺ തുടങ്ങി എല്ലാ ഫിറ്റിംഗ്സുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ. ചാണ്ടീസ് ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, അടൂർ, തിരുവല്ല ആൻഡ് ഏറ്റുമാനൂർ. ഫോൺ 9447021871. നമസ്കാരം, ഞാൻ അഞ്ജലി അനിൽ. ആദിത്യ സുരേഷ് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന രോഗാവസ്ഥയിലും 16 വയസ്സിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രമുഖരിൽ നിന്നും 15ഓളം പുരസ്കാരങ്ങൾ ഈ കൊച്ചുമിടുക്കൻ ഏറ്റുവാങ്ങി. ദേശീയ ബാലതരംഗത്തിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റായി നിലകൊള്ളുന്നു. നമുക്ക് ആദിത്യ സുരേഷിന്റെ വിശേഷങ്ങൾ കണ്ടുമടങ്ങി വരാം. അമ്മേടെ കുഞ്ഞുമോനെ ആരീരാരോ, അച്ഛന്റെ കുഞ്ഞുവാവേ. തളരാത്ത ശബ്ദം, പതറാത്ത ആലാപന ശൈലി, ഹൃദയസ്പർശിയായ അവതരണ മികവ് കൊണ്ടാണ് ആദിത്യ സുരേഷ് എന്ന ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനാവുന്നത്. വയലാറിന്റെ കവിതകളും ഗാനങ്ങളുമാണ് ഏറെ പ്രിയം. ഒറ്റത്തവണ കേട്ടാൽ മതി, മനഃപ്പാടമാക്കും. വിപ്ലവ ആവേശം നിറഞ്ഞ വയലാർ കവിതകളും ഗാനങ്ങളും അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ആരും ആശ്ചര്യപ്പെട്ടു പോകും. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. ലളിത സംഗീതത്തിലും സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി പദ്യം ചൊല്ലലിലും ആദിത്യ സുരേഷ് തന്റെ പാടവം തെളിയിച്ചിട്ടുണ്ട്. നിശ്ചലം നിശബ്ദത പോലുമന്നോ നിശബ്ദമായി വന്നവർ നാലു കെട്ടിൽ. ഒപ്പം മാപ്പിളപ്പാട്ടും മിമിക്രിയുടെ ചില പൊടിക്കൈകളും. ജന്മന അസ്ഥിയൊടിയുന്ന രോഗം കാരണം 5ാം ക്ലാസ് മുതലാണ് ആദിത്യ സുരേഷ് സ്കൂളിൽ തുടർച്ചയായി പഠനത്തിന് പോയി തുടങ്ങിയത്. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ. പഠനത്തിൽ മിടുമിടുക്കൻ. കവിത ചൊല്ലിയും പാട്ടുപാടിയും കൂട്ടുകാർക്കിടയിലെ താരം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിലുണ്ണി. പാട്ടുകാരനാകാനാണ് മോഹം. ഇപ്പൊ 4 മാസമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ പോയി ട്രോഫികൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവർക്കും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എനിക്ക് നല്ലൊരു പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹം. എൻ്റെ വളർച്ചയ്ക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറമില്ല പിന്നെ ചന്ദനപ്പോ. പകൽ പക്ഷി പാടുന്ന പാട്ടിൽ ഓരോ കിനാവും തളിർത്തു, ഉള്ളിലോരോ കിനാവും തളിർത്തു. സോപാനദീപം തെളിയുന്നതി. ചെറിയൊരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. ടൈൽസ്, ഗ്രാനൈറ്റ്സ്, സാനിറ്ററി വെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ സമ്മാനങ്ങളും കൂടി കിട്ടിയാലോ? അടിപൊളിയല്ലേ? RJ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയി 25,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും 50,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു മൾട്ടി ജ്യൂസർ സമ്മാനം.
1,00,000 മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മൈക്രോവേവ് ഓവനും 2,00,000 മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മാർട്ട് LED TV സമ്മാനം. കൂടാതെ കംപ്ലീറ്റ് ടൈൽസ്, സൊമാനിയുടെ ബാത്റൂം സെറ്റ്, കിച്ചൺ ഗ്രാനൈറ്റ് സ്ലാബ് വരുന്ന കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ്. ഈ ഓഫർ ജനുവരി 15 മുതൽ മാർച്ച് 15 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓഫറുകളും അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. നമസ്കാരം, ഞാൻ വൈഷ്ണവി രാജേഷ്. കേരളത്തിലെ തണുപ്പേറിയ ഇടങ്ങളിലാണ് സാധാരണ നിലയിൽ ഓറഞ്ച് മരങ്ങൾ പൂവിട്ട് കായ്ക്കാറുള്ളത്. എന്നാൽ പത്തനംതിട്ട, പന്തളം, കുരമ്പാലക്കാർക്ക് ഇത് പുതുമയുള്ള കാഴ്ചയല്ല. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് വരാം. പഴുത്തു വലുപ്പമേറിയ ഈ ഓറഞ്ച് പഴത്തോട്ടം കണ്ടാൽ നമ്മൾ ആദ്യം ഓർക്കുക ഇത് തണുപ്പേറിയ മൂന്നാറോ ഊട്ടിയോ നെല്ലിയാമ്പതിയോ ഒക്കെ ആണെന്നാണ്. എന്നാൽ ഇത് പന്തളത്തിനടുത്ത് കുരമ്പാലയിൽ വല്യേയത്ത് ശ്രീനിവാസന്റെ തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. താരതമ്യേന ചൂട് കൂടുതലുള്ള പത്തനംതിട്ട പന്തളത്താണ് ഈ കാഴ്ച എന്നറിയുമ്പോഴാണ് അത്ഭുതം. ഗാർഡനിംഗ് ജോലിക്കാരനായ ശ്രീനിവാസന്റെ പാടത്താണ് ഈ ഓറഞ്ച് മരങ്ങളുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നിന്ന് കയ്യിൽ കിട്ടിയ ഓറഞ്ചിന്റെ വിത്ത് മുളപ്പിച്ച് ശ്രീനിവാസൻ തന്റെ കൃഷിയിടത്തിൽ ഒരു കൗതുകത്തിനായി നട്ടുപിടിപ്പിച്ചതാണെങ്കിലും മരങ്ങൾ വളർന്ന് വലുതാകുമെന്നും ഓറഞ്ച് മരങ്ങൾ ഫലങ്ങൾ നൽകുമെന്നും പ്രതീക്ഷയില്ലായിരുന്നു. നേരത്തെ പൂക്കുമെങ്കിലും കഴിഞ്ഞ 2 വർഷമായി വലുപ്പമേറിയ ഓറഞ്ചുകൾ ലഭിച്ചു തുടങ്ങിയതോടെ ധാരാളം പേരാണ് ഓറഞ്ച് തോട്ടം കാണാനും രുചി അറിയാനും എത്തുന്നത്. ഞാൻ ഇടുക്കിയിൽ ഡിസ്ട്രിക്റ്റിലൊക്കെ ഗാർഡൻ്റെ വർക്കിന് പോകുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇടുക്കിയിലൊക്കെ ഇങ്ങനെ ഓറഞ്ച് ഇഷ്ടംപോലെ പഴുത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയെ പഴുക്കുമെന്ന് പറഞ്ഞാൽ പന്തളത്തും ഇത് കായ്ക്കും എന്നത് വലിയൊരു അത്ഭുതമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാടത്ത് ഒരു വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ മഞ്ഞാണ്. അത് ക്ലൈമറ്റ് താഴോട്ട് വരും. അത് ഇത് കായ്ക്കാനും ഇതിന് വളരാനും എല്ലാം അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ നിറച്ചുണ്ടായിരുന്നു, ഒരുപാട് ഓറഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഓറഞ്ച് കുഞ്ഞുങ്ങളൊക്കെ വന്ന് പറിക്കും, നമ്മളൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ ബന്ധുക്കളൊക്കെ വന്ന് പറിക്കും. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും, എന്നാലും കുഴപ്പമില്ല. 10 മൂട് ഉണ്ടല്ലോ. അങ്ങനെ നല്ല രീതിയിൽ കായ്ച്ചു. നമുക്കൊരു ലാഭകരമായി. ഞാനിതെല്ലാം പാടം നിലം കൃഷി ചെയ്ത പാടമാണ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കിളിക്കും ഇത് കായ്ക്കും എന്നുള്ളത്, പന്തളത്ത് ഇത് കായ്ക്കും എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമായി. കുരമ്പാല വയലിലെ രാവിലെയും വൈകിട്ടും അനുഭവപ്പെടുന്ന തണുപ്പാണ് ഓറഞ്ച് മരങ്ങൾ വളരാനും കായ്ക്കാനും ഇടയാക്കിയതെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. കൃഷിയിടത്തിൽ 10ലധികം ഓറഞ്ച് മരങ്ങൾ വളർന്നു. പിന്നാലെ ചൈനീസ് ഓറഞ്ചും ഒന്നൊന്നായി പൂത്തുലഞ്ഞു. ആപ്പിൾ അടക്കമുള്ള മറ്റു ഫലവൃക്ഷങ്ങളും ഈ തോട്ടത്തിൽ വിളയുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീനിവാസൻ. MD ജെയിംസിനൊപ്പം ആതിര, ന്യൂസ് ബ്യൂറോ, പന്തളം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. అన్నుల మిన్నల కన్నుల వెన్నెల వేణువులు జాడే మది వెన్నెలు దోచాడే നമസ്കാരം, ഞാൻ ഏബൽ. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന്റെ ഭംഗി അടുത്തറിയാൻ പറ്റുന്ന ഇടങ്ങളിലൊന്നാണ് കുരമ്പാലയ്ക്ക് സമീപമുള്ള മാവരപ്പാറ. പൗത്തുമലയും അതിനോട് ചേർന്നുള്ള വയലുകളുടെയും മനോഹര ദൃശ്യങ്ങളാണ് മാവരപ്പാറയുടെ പ്രത്യേകത. ടൂറിസത്തിന് സാധ്യതയുള്ള ഇവിടെ മിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് നാട്ടുകാർക്കിടയിൽ ആശങ്കയ്ക്കിടയാകുന്നു. നമുക്കതൊന്ന് കാണാം. കണ്ണെത്താത്ത ദൂരത്തിലുള്ള വയലുകളും അതിനോട് ചേർന്ന ഉയരം കൂടിയ പൗവത്തുമലയുമാണ് മാവരപ്പാറയെ സുന്ദരിയാക്കുന്നത്. ഇവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളും മലകളെ തഴുകി കടന്നു പോകുന്ന കാറ്റും വലിയ പാറക്കുളവുമെല്ലാം ഇവിടെ വന്ന് കണ്ടറിയേണ്ട കാഴ്ചകൾ തന്നെയാണ്. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഈ മാവരപ്പാറ എന്ന സ്ഥലം കാണാനായിട്ട് വന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ യൂട്യൂബിൽ കാണുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്ന്
നോക്കിയാൽ 3 ജില്ലകൾ കാണാൻ പറ്റും. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ഈ 3 ജില്ലകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ വയൽ, നല്ല പ്രകൃതിരമണീയമായ വയൽ, നല്ല പച്ചപ്പുള്ള വയൽ. പന്തളം കുരമ്പാല ഗ്രാമത്തിന്റെ അതിർത്തി പ്രദേശമായ ഇവിടം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രശസ്തമായപ്പോൾ ദിവസേന 100 കണക്കിന് ആളുകളാണ് മാവരപ്പാറയിലേക്ക് എത്തുന്നത്. എന്നാൽ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ആളുകൾ എത്തുന്നത് വൻ അപകടങ്ങൾക്ക് പോലും ഇടവരുത്തിയേക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നതോടെ മാവരപ്പാറയിൽ താൽക്കാലിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള പ്രദേശത്ത് സ്ഥിരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഒരു വൻ ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഒരാൾ ലൈവായ ആത്മഹത്യാ ഭീഷണി വരെ ഇടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും കർശനമായ നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഇവിടെ ഒരു മഹാദുരന്തം ഉണ്ടായേക്കാവുന്നതാണ്. റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിക്കൊപ്പം ചില സ്വകാര്യ വ്യക്തികളുടെയും ഭൂമി കൂടി ഉൾപ്പെടുന്നതാണ് മാവരപ്പാറ ഉൾപ്പെടുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക നിയമവശങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ ഇത് സംബന്ധിച്ച് പദ്ധതികൾ തയ്യാറാക്കാനാവൂ എന്നാണ് പന്തളം നഗരസഭാ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. നമുക്കൊരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. നമസ്കാരം, ഞാൻ ആർദ്ര. പന്തളം കുരമ്പാലയിലെ 7 ചുരുളി മലയിൽ നിന്നും മണ്ണെടുക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ തകർക്കാൻ മണ്ണ് മാഫിയകൾ ശ്രമിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അപ്പം ഞങ്ങൾക്ക് ഈ മല ഇടിച്ചുകൊണ്ട് പോയാൽ ഇവിടുത്തെ ജലസ്രോതസ് നഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് ഈ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണെടുക്കുന്നതിന് ശക്തിയുക്തം എതിർക്കും. ഈ മലയിൽ നിന്ന് ഊറി വരുന്ന ജലസ്രോതസ്സാണ് ഇവിടെ കിട്ടുന്ന ഈ ജനങ്ങൾക്ക് കിട്ടുന്ന വെള്ളം. അതുപോലെ കൃഷിയും പാടശേഖരങ്ങളും ഒട്ടനവധിയുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അപകട സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കുരമ്പാലയിലെ ആതിരമലയോട് ചേർന്നാണ് എരിച്ചുരുളി മലയും നിലനിൽക്കുന്നത്. മലയിലെ താമസക്കാരായ കുടുംബങ്ങളെ ചില മണ്ണ് മാഫിയ സംഘങ്ങൾ സമീപിച്ചതോടെയാണ് ഇവിടെ നിന്നും വൻതോതിൽ മണ്ണെടുക്കാൻ നീക്കം നടക്കുന്നതായി ആളുകൾ അറിയുന്നത്. അടിസ്ഥാനപരമായിട്ട് ജീവിതം ഈ മലയുടെ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് അതില്ലാതാക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അത് അനുവദിക്കത്തില്ല. പത്തനംതിട്ട കളക്ടർക്കും ജിയോളജി വകുപ്പിനും പന്തളം നഗരസഭയ്ക്കുമെല്ലാം ആശങ്കയറിയിച്ച് പ്രദേശവാസികൾ പരാതികൾ നൽകി. എന്നാൽ കൂടുതൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മണ്ണ് മാഫിയ സംഘങ്ങൾ ഇവരെ വീണ്ടും സമീപിച്ചു. ഇതോടെയാണ് ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ഈ പ്രദേശത്ത് ഉള്ള ആളുകളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വൻ ഏജന്റുമാരാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ 16 ഏക്കർ 9 ഏക്കർ ഭൂമിയോളം ഇപ്പൊ ഇത് കച്ചവടം നടന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. പന്തളം നഗരസഭയുടെ 17ാം വാർഡിലാണ് എരിച്ചുരുളി മലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്നത്. 220 കുടുംബങ്ങളാണ് മലയുടെ അടിവാരത്തിൽ മാത്രം താമസിക്കുന്നത്. ഒരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം. KR മൊബൈൽസ് പന്തളം ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിൽപ്പനയും സർവീസിംഗും. ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടച്ച് ഗ്ലാസ് മാറ്റിക്കൊടുക്കുന്നു. തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോണുകൾ വിൽക്കപ്പെടും. ഹോം ഡെലിവറി സൗകര്യം. ബ്രാൻഡഡ് മൊബൈൽ ആക്സസറീസ്. KR മൊബൈൽസ് ക്വാളിറ്റി സർവീസ് സെന്റർ ആൻഡ് എക്സ്ക്ലൂസീവ് ഷോറൂം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, പന്തളം. നമസ്കാരം, ഞാൻ ഐശ്വര്യ. വിമാനത്തിന്റെ സൗകര്യത്തിൽ KSRTC ബസ്. അത്യാധുനിക സൗകര്യങ്ങളിലുള്ള ബിസിനസ് ക്ലാസ് ബസ് മാർച്ച് മുതൽ സർവീസിനൊരുക്കി. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. വിമാനത്തിന്റെ സൗകര്യങ്ങളുമായി ബസ് എത്തുന്നു. എയർ ഹോസ്റ്റസിന് പകരം ബസ് ഹോസ്റ്റസ്. അത്യാധുനിക സൗകര്യങ്ങളിലുള്ള ബിസിനസ് ക്ലാസ് ബസ് മാർച്ച് മുതൽ സർവീസിനൊരുക്കി KSRTC. വില 2 കോടിയാണ്. 2 ബസ്സുകളാണ് വാങ്ങുന്നത്. വോൾവോയുടെ 9600 VRL മോഡലുള്ള 13 മീറ്റർ ബസ്സിൽ ടോയ്ലറ്റും പാൻട്രിയും ഉൾപ്പെടെ സൗകര്യങ്ങളും കാണും. ഭക്ഷണം ബസ്സിലിരുന്ന് കഴിക്കാം. 25 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. കണ്ടക്ടർ കാണില്ല. ആദ്യം തിരുവനന്തപുരം മുതൽ എറണാകുളം റൂട്ടിലും പിന്നീട് തിരുവനന്തപുരം മുതൽ തൃശൂർ റൂട്ടിലുമായിരിക്കും സർവീസ് നടത്തുക. മറ്റു സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സീറ്റിനും മുന്നിലും
TV കാണും. ചാർജിംഗ് സൗകര്യങ്ങൾ കാണും. ഹെഡ്ഫോൺ, വൈഫൈ, GPS സഹായത്തോടെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കും. 3.5 മണിക്കൂറിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തെത്തും. 20 കോടിയോളം ചിലവഴിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ വരുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. ബിസിനസ് ക്ലാസ് ബസ്സുകൾക്ക് ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് മാത്രമേ ഉണ്ടാകൂ. ഡ്രൈവറെ കൂടാതെ ഒരു ഹോസ്റ്റസും ആഹാരം നൽകാൻ പാൻട്രി സൗകര്യവും ടോയ്ലറ്റ് സംവിധാനവും ഉണ്ടാകും. മിൽമയുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിലയിൽ ഈ ബസ്സിൽ നൽകും. ഇന്ത്യയിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് KSRTC എന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിമാന മാതൃകയിലായിരിക്കും സൗകര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു. യാത്രക്കാർക്ക് പരമാവധി സുഖസൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന രീതിയിലാകും ഇതിന്റെ ക്രമീകരണം. വിമാനങ്ങളിൽ എന്നതുപോലെ യാത്രക്കാരെ സഹായിക്കാൻ ഡ്രൈവറെ കൂടാതെ ഒരു ഹോസ്റ്റസും ബസ്സിലുണ്ടാകും. കൂടാതെ യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനായി പ്രത്യേക പാൻട്രി സൗകര്യവും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ടോയ്ലറ്റ് സംവിധാനവും ബസ്സിൽ തന്നെ സജ്ജീകരിക്കും. ഇതിനായി പുറത്തിറങ്ങേണ്ട ആവശ്യം വരുന്നില്ല എന്നതുമാണ് പ്രത്യേകത. സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ബിസിനസ് ക്ലാസ് സർവീസുകൾ ഏറെ ഗുണകരമാകുമെന്നും ഈ ബസ്സുകൾ ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തന ലാഭത്തിലും ഇതിന് മുന്നേറ്റം. രാജ്യത്തെ മറ്റെല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളെയും പിന്നിലാക്കിയാണ് KSRTC ഇപ്പോൾ പ്രവർത്തന ലാഭത്തിൽ മുന്നിലെത്തിയിരിക്കുകയാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ അവകാശപ്പെട്ടു. ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കോർപ്പറേഷൻ വളർച്ചയുടെ പാതയിലാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംവിധാനങ്ങളോടെയുള്ള അതിഗംഭീര ബസ്സായിരിക്കും ഇതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ടിക്കറ്റ് ഇനത്തിൽ മാത്രം പ്രതിദിനം 9 കോടിയോളം രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ KSRTC നേടുന്നത്. അനുദിനം യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റേഷനുകളിൽ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം എത്തിക്കാനുള്ള കരാറുണ്ടാക്കിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCയെ കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുദിനം യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ടിക്കറ്റ് ഇനത്തിൽ വരുമാനം ഓരോ ദിനവും കൂടുകയാണ്. അതിനിടെ തിരുവനന്തപുരത്തെ കിഴക്കോട്ടയിലെ സ്വന്തം ഭൂമിയിൽ പുതിയ KSRTC ആശുപത്രി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മരുന്നുകൾക്ക് ന്യായമായ വിലയിൽ ഫാർമസിയിൽ നിന്ന് വാങ്ങാം. കുറഞ്ഞ ചെലവിൽ രോഗികൾക്ക് ഡയാലിസിസും ലഭ്യമാക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഡയാലിസിസ് മിഷൻ, നിംസ് ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ നെഫ്രോളജിസ്റ്റിന്റെ സേവനവും സൗജന്യമായി നൽകും. ആദ്യഘട്ടത്തിൽ 10 കിടക്കകളോട് കൂടിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. 14 ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റുകൾ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. KSRTC ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായെന്നും മന്ത്രി അറിയിച്ചു. 2023 19.35 ലക്ഷം ശരാശരി പ്രതിദിന യാത്രക്കാർ ഉണ്ടായിരുന്ന നിലയിൽ നിന്നും 2025 20.27 ലക്ഷമായി ഉയർന്നു. ശരാശരി പ്രതിദിന ടിക്കറ്റ് വരുമാനം 2023 6.69 കോടിയായിരുന്നത് 8.25 കോടി രൂപയായി വർദ്ധിക്കുകയും ഇപ്പോൾ അത് 9 കോടി കടക്കുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. ചെറിയൊരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം.